മമ്മൂട്ടി വിളിച്ച് ഞാൻ പ്രൊഡ്യൂസേഴ്സിനെതിരെ കൊടുത്ത കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞെന്ന് സാന്ദ്ര തോമസ് വെളിപ്പെടുത്തുന്നു. ദേശീയ അവാർഡിൽ ബെസ്റ്റ് ആക്ടർ, സപ്പോർട്ടിംഗ് ആക്ടർ എന്നൊക്കെ എന്ത് മാനദണ്ഡം അനുസരിച്ചാണ് തീരുമാനിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് ഉർവശി. അടൂരിന്റെ സ്ത്രീവിരുദ്ധ ജാതീയത നിറഞ്ഞ പരാമർശത്തിനെതിരെ പ്രതികരിച്ച് പുഷ്പവതി. കുറച്ചു ദിവസങ്ങളായി എവിടെ തിരിഞ്ഞാലും പ്രതികരിക്കുന്ന പെണ്ണുങ്ങളാണ്. സ്ത്രീകളൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്തു തുടങ്ങിയാൽ വലിയ പ്രശ്നമാണ് പലർക്കും. ഞാൻ ഈ സാന്ദ്ര തോമസ് കൊടുത്ത ഒരു ഇന്റർവ്യൂ കാണുകയായിരുന്നു. അതിൽ തന്റെ കൂടെയുള്ള ഒരു വനിതാ പ്രൊഡ്യൂസർ തനിക്ക് കാറിൽ വെച്ച് നേരിട്ട ലൈംഗിക ആക്രമണത്തെക്കുറിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ സംസാരിച്ചപ്പോൾ അത് തമാശയാക്കിയ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ആ പ്രൊഡ്യൂസർ താങ്കളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്തതായിരിക്കുമെന്ന് ലിസ്റ്റിൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആണും പെണ്ണും അടക്കം സകലരും ചിരിച്ചു എന്നാണ് പറയുന്നത്. ഒരാണ്, അതും പവർഫുൾ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാണ്, ഒരു പെണ്ണിന്റെ ട്രോമയെ തമാശയാക്കി മാറ്റിയാൽ പെണ്ണുങ്ങൾ പോലും ചിരിച്ച് അതിനെ അംഗീകരിക്കുന്ന ആ കാഴ്ച കാലങ്ങളായുള്ള കണ്ടീഷനിങ്ങിന്റെ ഭാഗമാകാം എന്നാണ് അവർ പറഞ്ഞത്. സാന്ദ്ര തോമസിന്റേത് ഒരൊറ്റയാൾ പോരാട്ടം എന്ന് തോന്നിപ്പിക്കുന്ന ഒന്നാണെങ്കിലും ഇതുവരെ അവർക്ക് ഒരു പൊതുജന സപ്പോർട്ട് ഉള്ളതുപോലെ തോന്നിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അവർ മമ്മൂട്ടിയുടെ പേര് പറഞ്ഞതോടെ സംഗതി മാറുന്നുണ്ട്. അതങ്ങനെയാണ്. മുൻപ് പാർവതിയുടെ കാര്യത്തിൽ സംഭവിച്ചത് തന്നെയും ഇവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മഹാനടന്മാരെ പുകഴ്ത്തിയും അവർ അസുഖം വന്നപ്പോൾ വിളിച്ചതിനെ പറ്റി പറഞ്ഞു നടക്കുമ്പോൾ കിട്ടുന്ന സപ്പോർട്ട് ഒരിക്കലും അവർക്കെതിരെ പറയുമ്പോൾ കിട്ടില്ല. കുറെ കാലം മുമ്പ് WCC അടിക്കാൻ കിട്ടിയ ഒരു വടിയായിരുന്നു ആളുകൾക്ക് മമ്മൂട്ടിയുടെ സാന്ദ്രയുടെ അസുഖ വിവരം തിരക്കിയുള്ള വിളി. നിലനിൽക്കണമെങ്കിൽ പവർഫുൾ പൊസിഷനിലുള്ള ആണുങ്ങളെ പിണക്കാതിരിക്കുക എന്ന പാട്രിയാർക്കൽ സെറ്റപ്പിൽ പെണ്ണുങ്ങൾ പലതും തുറന്നു പറയാനും പ്രതികരിക്കാനും തയ്യാറാകുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നാറുണ്ട്. പുഷ്പവതി എന്ന പാട്ടുകാരിയെ തനിക്കറിയില്ല. അവരാരാണ്, അവർക്കിവിടെ എന്ത് കാര്യം, എന്റെ സംഭാഷണത്തെ തടയാൻ അവരാരാണ് എന്നൊക്കെയാണ് വയസ്സ് മൂത്ത രണ്ട് പ്രമുഖ സിനിമാക്കാർ പറയുന്നത്. സത്യത്തിൽ പുഷ്പവതി എന്ന പാട്ടുകാരിയെ പൊതുജനത്തിനും വലിയ പിടിയില്ല എന്ന് തോന്നുന്നു. എന്നാൽ അവർ പാടിയ പാട്ടുകൾ നമുക്ക് നന്നായി അറിയാം. പാട്ടുകൾ ഹിറ്റായിട്ടും വേറിട്ട ശബ്ദമായിട്ടും പാട്ടുകാരിയെ ഇന്നത്തെ കാലത്ത് ജനങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അവർക്ക് ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള വേദികൾ കിട്ടുന്നില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് അന്വേഷിച്ചാൽ ഒരുപക്ഷെ ഇന്നവർ പറയുന്ന പലതിന്റെയും ഉള്ളടക്കം നമുക്ക് മനസ്സിലാകും. പൊതുജനത്തിന്റെ കാര്യം പോട്ടെ, സിനിമയിൽ നിലനിൽക്കുന്ന പാട്ടെഴുത്തുകാരനും സംവിധായകനുമൊന്നും അങ്ങനെ ഒരു പാട്ടുകാരി ആരാണെന്ന് പോലും അറിയില്ല എന്ന് വലിയ അഹങ്കാരത്തോടെ, ഞാനെന്ന ഭാവത്തോടെ പറയുന്നത് കേൾക്കുമ്പോൾ അതെന്തോ അവരെ അറിയാത്തതൊക്കെ വലിയ അംഗീകാരമാണെന്ന് പോലൊരു ഫീലാണ്. ആ ഭാവം ഇല്ലായിരുന്നെങ്കിൽ പറയാൻ വന്ന കാര്യം കുറച്ചുകൂടെ നല്ല രീതിയിൽ അഹങ്കാരമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന പോലെ പറയാൻ അയാൾക്ക് കഴിയുമായിരുന്നു. എന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും കേട്ടു നിൽക്കുന്നവരല്ല ഞങ്ങളെന്ന് സ്ത്രീകൾ കാണിച്ചു തരികയാണ്. ഉർവശിയെ കുറിച്ചുള്ള ഒരു ഓൺലൈൻ വാർത്തയും അതിന് താഴെ പ്രതികരിക്കുന്ന ഇന്ത്യക്കാരെയും കണ്ടു. പതിവ് പോലെ ഇവളെ ഏതാണ്, ഇവളൊക്കെ ആരാണ് ഷാരൂഖിനെ പറയാൻ ടൈപ്പ് കമന്റുകൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിറഞ്ഞിട്ടുണ്ട്. അവാർഡ് കിട്ടാനുള്ള മാനദണ്ഡം ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുന്ന നടീനടന്മാരാവുക എന്നതാണ് എന്ന് തോന്നും കമന്റ്സ് കണ്ടാൽ. പിന്നെ ഉർവശിയെ അഭിനയം, ഡെഡിക്കേഷനൊക്കെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള കമന്റ്സും കുറെ കണ്ടു. സ്ത്രീകൾ പ്രബലരായവരുടെ തീരുമാനങ്ങളെ, ചിന്തകളെ, വാക്കുകളെയൊക്കെ എതിർക്കുന്നതും ധൈര്യത്തോടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതും ഒക്കെ കാണുമ്പോൾ അവർ പറയുന്നതിലെ മെറിറ്റിനെ നോക്കാതെ അവരെ കടന്നാക്രമിക്കുക എന്നത് പൊതുവെ കണ്ടുവരുന്ന ഒരു സംഗതിയാണ്. അതുപോലെ അവർ പൊതുരംഗത്തേക്ക് വരുമ്പോൾ അവരുടെ ക്യാരക്ടർ അത്ര പോരാ, ആളത്ര വെടിപ്പല്ല എന്ന ടൈപ്പ് ആരോപണങ്ങൾ വരുന്നതും സർവ്വസാധാരണമാണ്. ശ്വേതാ മേനോൻ അഭിനയിച്ച കളിമണ്ണ്, രതി നിർവേദം, പാലേരി മാണിക്യം, ഈ സിനിമയിലൊക്കെ അവർ ലൈംഗികതയെ വിറ്റ് കാശാക്കി എന്ന് പറഞ്ഞ് ഒരാൾ കേസ് കൊടുത്തു എന്നും കോടതി കേസ് സ്വീകരിച്ചു എന്നും കണ്ടു. അപ്പൊ ഈ സിനിമകൾ ഉണ്ടാക്കിയ ആളുകൾക്കെതിരെ കേസില്ലേ, അവരും ഈ സിനിമ വിറ്റ് കാശുണ്ടാക്കിയല്ലോ എന്ന് കേസ് കൊടുത്ത ആൾക്ക് തോന്നാത്തത് എന്തുകൊണ്ടായിരിക്കും? പാലേരി മാണിക്യത്തിൽ അഭിനയിച്ച പെണ്ണിന് മാത്രമേ പ്രശ്നമുള്ളൂ, കൂടെ അഭിനയിച്ച ആണിന് പ്രശ്നമില്ലേ? ഇത്തരം സീനുകളിൽ അഭിനയിക്കുന്ന പെണ്ണുങ്ങൾ മാത്രമേ പിള്ളേരെ വഴിതെറ്റിക്കൂ, ആണുങ്ങൾ വഴിതെറ്റിക്കില്ലായിരിക്കും. അപ്പൊ എന്താണ് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ഉന്നയിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.